സാർ ഞാൻ കുറെ ട്രൈ ചെയ്യാനുണ്ട്, സെയിലൊന്നും ക്ലോസ് ആവണില്ല സാർ. എടോ അമീർ, തനിക്ക് കഴിഞ്ഞ മാസം സാലറി കിട്ടിയാ? ആ കിട്ടി സാർ. എടോ അത് വാങ്ങി ഫുഡ് അടിക്കുമ്പോഴെങ്കിലും ആലോചിക്കടോ, തന്നെ കൊണ്ട് കമ്പനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോന്ന്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല അമീറെ. ഞാൻ ഈ മാസം കൂടി നോക്കും. ഓക്കെ. ഹലോ ഉമ്മച്ചി. ഓനെ ഈ ടി വി പിന്നെയും കേടായി. നിന്നോട് എത്ര തവണ പറഞ്ഞേ ഞാൻ ഇതൊന്ന് ശരിയാക്കാൻ, ഇല്ല പുതിയ ഒരെണ്ണം വാങ്ങിക്കാൻ. എന്റെ പൊന്നുമ്മ, ഉമ്മക്ക് ഒരു ടി വി വന്നോണ്ടിരുന്നാ മതി. മനുഷ്യൻ്റെ കൂടെ ജോലി പോറ എപ്പോഴും ഉമ്മൻ്റെ ഒരു ടി വി. ഉമ്മ ഒരു കാര്യം ചെയ്യ്, പോയി കിടന്ന് ഉറങ്ങി. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ശരി മോനെ, ഉമ്മ കഴിക്കാൻ എടുത്തു വെച്ചേക്കാം. എന്താണ് വിളിച്ചത്? ടി വി പിന്നെയും കംപ്ലൈന്റ് ആയോ? ആടാ, വാങ്ങിയിട്ട് ഒരു കൊല്ലം വേണം. ഇപ്പൊ ഇടക്കിടക്ക് ഓഫായി പോകും. ഇതൊക്കെ വാങ്ങിക്കുമ്പോ നല്ല കടയിൽ നിന്ന് മേടിക്കണ്ടേ? അതൊക്കെ പോട്ടെ, സാലറി കിട്ടിയല്ലേ? എന്താ പരിപാടി? സാലറി ഒരു മാസം പട്ടിയെ പോലെ പണിയെടുത്തിട്ട് ആകെ കിട്ടുന്നത് 12,000 രൂപ. എന്നിട്ട് ആ സാലറി റോസിന് വാങ്ങണമെന്ന് മാനേജർ പറഞ്ഞു. എടാ, അതെല്ലാ മാനേജർമാർ സ്ഥിരം പറയേണ്ട ഏതോതാ. നീ അത് വിട്, തൽക്കാലം വണ്ടി കയറി നമുക്കൊരു മന്തി കഴിച്ചിട്ടും വരാം. ഇല്ലടാ, ഉമ്മ വീട്ടില് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഒറ്റ കാര്യത്തിൽ എനിക്ക് നിന്റെ അടുത്ത് അസുഖം. നമ്മുടെയൊക്കെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഇതുപോലെ അമ്മമാര് ഭക്ഷണം കൊടുത്തിട്ട് കാണുമ്പില്ല. അല്ല, അത് സ്ഥിരം അനുഭവിക്കുന്നവർക്ക് വലിയ വില ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അമ്മമാര് നഷ്ടപ്പെട്ടവർക്ക് അതെന്നും വലിയൊരു മിസ്സിംഗ് ആണ് വെച്ചാൽ. ജീവിച്ചിരുന്നപ്പോ അമ്മ പറഞ്ഞ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം എപ്പോഴും മനസ്സിലുണ്ട്. ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചോട്ടെ, നമുക്ക് നാളെ കാണാം. ഉമ്മ, ഇനി ടി വി ഇല്ലെന്നുള്ള പരാതി വേണ്ട. എന്നാ പുതിയ ടി വി. അയ്യോ മോനെ, ഇതിനൊക്കെ ഒത്തിരി കാശായി കാണില്ലേ? ഇല്ലുമ്മ, ഇത് നമ്മുടെ കല്ലൂരുള്ള ബിസ്മിന്ന് വാങ്ങിയതാ. അവിടെ ഇപ്പൊ ഫൗണ്ടേഷൻ ഡേ, റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഈ 31 അവർ ലാഭം നോക്കണം സെയിലൊക്കെ ചെയ്യുന്നത്. ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള ടി വി നല്ല വില കുറവിൽ തന്നെ കിട്ടി. വേറെ കുറച്ച് സാധനം വണ്ടിയിൽ ഇപ്പൊ നമ്മൾ എടുത്തിട്ട് വരാം. ആ മോനെ, എന്തുമ്മ? ദുബായിന്ന് റഫീക്ക് വിളിച്ചായിരുന്നു. നിനക്കൊരു ജോലി ശരിയായിട്ടുണ്ടെന്നാ പറഞ്ഞു. നീ കൊച്ചാപ്പായി ഒന്ന് തിരിച്ചു വിളിച്ചേക്ക്. അത് വേണ്ടുമ്മ, ഞാനും ഇവിടെ നിന്ന് പോയാ പിന്നെ എൻ്റെ ഉമ്മക്ക് ഇവിടെ ആരാ കൂട്ട്. ഞാൻ പോയി ബാക്കി സാധനങ്ങൾ എടുത്തിട്ട് വരാം.